എൻ്റെ ചോദ്യം, ബൈബിളിലെങ്ങും യേശുക്രിസ്തു തൃത്വത്തെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് ഹമീദേ? അല്ല, ഞങ്ങൾ തോന്നിയപ്പോൾ നമ്മളുടെ അവിടെ കൂടി കമ്മിറ്റി കൂടി ആലോചിച്ചാണ് നമുക്ക് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഒന്നുമല്ല, ഈ തൃത്വം എന്നൊരു പദമാണ് ഇവരെല്ലാം പ്രശ്നം. തൃത്വം എന്നൊരു പദം ബൈബിളുണ്ടോ? ഇല്ല. അതിനകത്ത് ഇപ്പോൾ ആശങ്ക വേണ്ട, അങ്ങനെ ഒരു പദം ഇല്ലെന്ന് പറഞ്ഞ് ബൈബിളിൽ ഇല്ലാത്ത കുറേ പദങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ബൈബിളില്ലാത്തൊരു പദമാണ് ബൈബിൾ. അറിയോ, 1382 ഈ പദം ഉണ്ടാകുന്നത്. 1382 ഇംഗ്ലണ്ടുകാരനായ ജോൺ വിക്ലിഫ്, അതാ ഇവിടുത്തുകാരൻ വിക്ലിഫാണ് ഈ പദം ആദ്യം ഉപയോഗിക്കുന്നത്. 1382. മനസ്സിലായല്ലോ? വിക്ലിഫിനെ കുഴിമാടം തുരന്ന് അസ്ഥി പുറത്തെടുത്ത് കത്തിച്ച് ചാമ്പലാക്കി തേംസ് നദി വഴി ഒഴുക്കിയെന്നാണ് ഭൗതിക ശേഷം. 38 കൊല്ലം കഴിഞ്ഞ്. അത് അദ്ദേഹമാണ് 1382 എന്ന് പറയുമ്പോൾ 14-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കം. അപ്പോഴാണ് ഈ ബൈബിളിന് ബൈബിളെന്ന് പദം കിട്ടുന്നത്. പക്ഷേ എല്ലാവരും ബൈബിളെന്ന് പറയില്ലേ? അങ്ങനല്ലേ പറയുന്നത്? ആർക്കും തർക്കമില്ലല്ലോ ബൈബിളെന്ന് പറയാം. ഇനി മറ്റൊരു പ്രയോഗം, ദൈവം സർവ്വവ്യാപിയാണ് അല്ലേ? സർവ്വവ്യാപിക്ക് എന്താ പറയുന്നത്? ഒമ്നി അല്ലേ? നിങ്ങൾക്ക് ഒമ്നി പ്രസൻസ് എന്നൊരു പദം ബൈബിളിൽ കാണിക്കാമോ? ഇല്ല. പക്ഷേ ദൈവം ഒമ്നി പ്രസൻസ് അല്ലേ? ഒമ്നി പ്രസൻസിന് തെളിവ് തരാൻ പറ്റും. എന്താ? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ അവിടെ ഉണ്ട്, ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും നിൻ്റെ കരം അല്ലേ? ബൈബിളിൽ പറയാൻ കേട്ടോ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ വരുമെന്നില്ല, നീ അവിടെ ഉണ്ടെന്ന്. അഡ്വാൻസ് ആയിട്ട് അല്ലേ? നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ ഉണ്ട്. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? അതാ സർവ്വവ്യാപിക്ക് തെളിവാത്. ആ സംഭവത്തിന് പറയുന്ന പേരാ സർവ്വവ്യാപി എന്ന്. പിടികിട്ടിയ? തിരുവത്താഴം ഈ പദം ബൈബിളിലില്ല. ഓക്കെ, ഒന്നും ബൈബിളിലില്ല. ഒരുത്തനോട് പറഞ്ഞു, ബൈബിളിൽ ബൈബിളെന്നില്ലെന്ന് പറയരുത്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം തുറന്ന് ബൈബിളെന്ന് കാണിച്ചു തന്നു. ഈ ടൈറ്റിലുണ്ടല്ലോ ആദ്യത്തെ, ആവശ്യമില്ലാത്ത പോലെ ഇതേ കിടക്കുന്ന ഹോളി ബൈബിൾ കിടക്കുന്നു. മലയാളം ബൈബിളാണ് കാണിച്ചത്. ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബൈബിളായതുകൊണ്ട് എനിക്ക് എളുപ്പമായി. ഞാനിതിൽ മഹാത്മാഗാന്ധി എന്ന് അവനെ കാണിച്ചു കൊടുത്തു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി റോഡ്, ബാംഗ്ലൂർ. ഇത്ര ഉള്ളത്. അപ്പോൾ വാട്ട് ഈസ് ട്രിനിറ്റി? ട്രിനിറ്റി എന്ന് നമ്മളെ ട്രിനിറ്റി പഠിപ്പിച്ചാരാ? ഒരു സുന്നത ദിവസമല്ല ട്രിനിറ്റി പഠിപ്പിച്ചേ. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ നിസാരം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിന്നെ എപ്പോഴും ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയാനുള്ള ആ ഇതുകൊണ്ട് തിയോളജിക്കലി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് പിതാവാര്, പുത്രനാര്, പരിശുദ്ധാത്മാവാര്, അവർ പരസ്പരമാര്. ഇതിന് പറയുന്ന പേരാണ് ട്രിനിറ്റി. ആ ഡോക്ടറിന് പറയുന്ന പേരാണ് ട്രിനിറ്റി. അല്ലാതെ ഒരാളിനെ വിളിക്കുന്ന പേരാണോ ട്രിനിറ്റി എന്ന്? ആണോ? അല്ല, ഡോക്ടറിൻ്റെ പേരാണ് ട്രിനിറ്റി. അപ്പോൾ യേശു പഠിപ്പിച്ചോളെന്നറിയാൻ മാത്യു ചാപ്റ്റർ 28 നോക്കിയാൽ മതി. 28-19 ഉണ്ടോ? ഒന്ന് വായിച്ച് കേൾപ്പിച്ചു. നമ്മുടെ ഹമീദ് സഹോദരൻ വായിച്ച് കേൾപ്പിച്ചേ കേട്ടോ. ഹമീദ് ഇത് ഓൺലൈനിൽ കേൾക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് പറയാമെന്ന്. കാണോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആരാ പഠിപ്പിച്ചേ? യേശു അടുത്ത് എന്ന് അവരോട് യേശു പഠിപ്പിച്ചത്. ഇത് ഹമീദിന് ഇത് പറയണം തോന്നാൻ കാരണം വേറൊന്നുമല്ല. ഈ ഖുർആനിൽ പറയുന്നുണ്ട് ട്രിനിറ്റി എന്ന് പറയരുത്. ട്രിനിറ്റി എന്ന് പറയേണ്ട വേറെ വല്ലതും പറഞ്ഞു. ഇതിന് വേറെ അങ്ങ് പറഞ്ഞു എന്തോലും. ട്രിനിറ്റി എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഖുർആനൊരബദ്ധവും പറ്റി. ഞാൻ ഖുർആനെ വിമർശിച്ച് പറഞ്ഞല്ല, ഖുർആൻ്റെ എഴുത്തുകാർ മനഃപൂർവ്വം തെറ്റുവരുത്തി എന്നല്ല പറഞ്ഞേ, ഏതോ ഒരു കയ്യബദ്ധം. അതെന്താന്ന് പറയാം. എന്താണ് ട്രിനിറ്റി എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ആ 19-ാം അധ്യായത്തിലാണ്, സൂറത്തുൽ മറിയം എന്ന അദ്ദേഹത്തിൻ്റെ പേര്. മറിയം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൽ പറയാണ്, അന്നാളിൽ അല്ലാഹ് ഈസയെ വിളിച്ചു ചോദിക്കും, ഈസാ, കേട്ടോ അമിതേ, ലാസ്റ്റ് ഈസയെ അല്ലാഹ് അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, അല്ലയോ ഈസ, നീ എനിക്ക് പുറമെ നിന്നെയും നിൻ്റെ അമ്മയെയും ദൈവങ്ങളാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് മുന്ന എന്ന് നിങ്ങൾ പറയരുത്. അപ്പോൾ ഈസ പറയും, എൻ്റെ സൃഷ്ടാവേ, എനിക്കതിന് കഴിയുകയില്ലല്ലോ, നീയല്ലേ ഏക പരിശുദ്ധൻ, ഞാൻ നിങ്ങൾ നിന്ന് വന്ന വചനമല്ലേ, ഇതൊക്കെ പറയുന്ന സംഗതി കേട്ടാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അപകടം മനസ്സിലായി എന്തെന്ന്? ഈ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ ചുറ്റുപാടും കണ്ട ക്രിസ്ത്യാനിറ്റിക്കൊരു ആചാരം ഉണ്ടായിരുന്നു.
അവർക്ക് അവരുടെ ഐക്കണുകളുടെ ഭാഗമായി ഔസേപ്പ്, മറിയം, യേശു, ഉണ്ണിയേശു, നമ്മുടെ തിരുക്കുടുംബം. നമ്മുടെ അല്ല, ആളുകൾ ഇങ്ങനെ ആരാധിക്കുമായിരുന്നു തിരുക്കുടുംബം. ഈ തിരുക്കുടുംബം കണ്ട് പാവം മുഹമ്മദ് ഓർത്തു, ഇതാ ക്രിസ്ത്യാനികളുടെ തൃത്വം. മനസ്സിലായില്ലേ? ഈസാ നീ എനിക്ക് പുറമേ. അപ്പോൾ ഈ കാരണവരെ കണ്ടപ്പം മുഹമ്മദ് ഓർത്തത് ദൈവപിതാവിനെയാണ് വരച്ചേക്കുന്നത്, അല്ല ചേട്ടാ ഔസേപ്പ് പിതാവിനെയാണ്. പിടികിട്ടിയോ? നീ എനിക്ക് പുറമെ നിൻ്റെ അമ്മയെയും നിന്നെയും ദൈവങ്ങളാക്കിയിട്ടുണ്ടോ? അല്ലയോ ഹമീദെ, ലോകത്തൊരു ക്രൈസ്തവനും, ഞങ്ങൾക്ക് പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ലോകത്തൊരു ക്രൈസ്തവനും ട്രിനിറ്റിയുടെ ഈ കാര്യത്തിൽ, ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അല്ല ഔസേപ്പും അറിയുന്നില്ല. പിടികിട്ടിയോ? ആ, ഇനി അമീതെ ഒരു കാര്യം കൂടെ ഇതരം പറഞ്ഞത് വീട്ടിൽ പോയി വായിക്കണം. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ അധ്യായം. ഇമ്രാൻ കുടുംബം എന്ന് മലയാളം. ഖുറാൻ ചാപ്റ്റർ 3. ഓക്കെ. ഖുറാനിൽ 1-ാം അധ്യായത്തിൻ്റെ പേര് അൽ ഫാത്തിഹ. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുടക്കം. ഫാത്തിഹ നമ്മുടെ ഫദാ യേശു പറയല്ലേ, ടു ഓപ്പൺ, തുറന്നു വരിക. അതിന് തുല്യമായ ഫാത്തിഹ, തുറന്നു വരിക, തുറങ്ങുകയാണ്. തുടങ്ങാൻ പറഞ്ഞിട്ട് നമ്മളെയൊക്കെ അത്യാവശ്യം പള്ളു പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല. വഴിപിഴച്ചവരാരാന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട് ക്രിസ്ത്യാനിയും ജൂതനും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ 3-ാം അധ്യായം, 2-ാം അധ്യായം പശു എന്ന പേര്. 2-ാം അധ്യായം അറിയോ? 2-ാം അധ്യായത്തിൻ്റെ പേരെന്തുവാ? പശു. അൽ ബക്ര, ബക്രീദ്, ബക്കർ. പിടികിട്ടിയോ? പശു അല്ലേ, ആട്. അപ്പോൾ അബൂബക്കർ കേട്ടോ, മീതെ അബൂബക്കർ ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള മുഹമ്മദിൻ്റെ ഫാദറല്ലോ. ആ പേരിൻ്റെ അർത്ഥം അറിയാം എന്താന്ന്? ഹമീദിനറിയില്ല, ഞാൻ പറഞ്ഞുതരാം. പിന്നെ പശുവിൻ്റെ പിതാവെന്നാണ് അബൂബക്കർ. ഫാദർ ബക്കർ. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് തിരുത്ത്. ഇനി അടുത്ത് ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ആലു ഇമ്രാനിലും ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. എന്താ കാര്യം പറയാം. ഇമ്രാൻ കുടുംബം എന്ന് പറയുന്നത്, ഇമ്രാൻ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെ മറിയത്തിൻ്റെ ചരിത്രം പറയാം. മറിയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ, അതിനകത്ത് ഇമ്രാൻ്റെ പുത്രിയും ഹറൂണിൻ്റെ സഹോദരിയുമായ മിറിയം അമ്മ. എന്താണെന്നറിയണ്ടേ? മുഹമ്മദ് ഓർത്തു നമ്മുടെ ഹറൂൺ ആരാന്നറിയോ? അഹരോനും മോശയ്ക്കും ഒരു സഹോദരി ഉണ്ടായിരുന്നു, മിറിയ. ഓർമ്മയുണ്ടോ? അവരപ്പൻ്റെ പേരായിരുന്നു അമ്രാൻ. അമ്രാമിനെ ഇമ്രാൻ എന്ന് വിളിച്ചു. അത് കുഴപ്പമില്ല. പുള്ളി ഓർത്തു ഇതും അത് ഒരാളാണെന്ന്. യോസഫിൻ്റെ ഭാര്യയായ മറിയമും 10,500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മിറിയാമും ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ മിറിയാമിൻ്റെ മകനാണ് ഈസാന്ന് തെറ്റിദ്ധരിച്ചു. പിടികിട്ടിയോ? ഞങ്ങൾക്കതിൽ പരിഭവമൊന്നുമില്ല. കാരണം 6-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം വേണ്ടത്ര ഇല്ല. മനുഷ്യൻ എഴുതുന്ന ഈ കുഴപ്പമൊക്കെ വരും. പിടികിട്ടിയോ? പോയി സോൾവ് ചെയ്യുക. അതൊക്കെ പോയി സോൾവ് ചെയ്യുക. ഇപ്പം മനസ്സിലായോ? നമുക്ക് തിരിച്ചു വന്നാലോ? സന്തോഷമായോ? ഹമീദിന് സന്തോഷമായോ എന്ന് എനിക്കറിയണ്ട. ഒരു കമൻറ്റ് ഇട്ടേക്കണേ ഹമീദ്, സമയം പോലെ. സ്തോത്രം. സന്തോഷമായില്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് ചോദിക്കുന്നതിൽ നിനക്കൊരു അത്യന്തം പരം തരാൻ നമ്മുടെ പക്കലുണ്ട്. ഇല്ലെന്നൊരു കുഴപ്പമുള്ളൂ. സ്തോത്രം. ഇതൊക്കെ നമുക്ക് മനപ്പാടമല്ലേ? അല്ലേ? ആ ചാപ്റ്റർ പോലും കറക്റ്റല്ലേ നമ്മൾ പറഞ്ഞു. ഇനിയും തരാം, എത്ര വേണമെങ്കിലും. തിരിച്ചു വരാം. അപ്പോൾ നിങ്ങളും ചാപ്റ്റർ മറക്കണ്ട. ചാപ്റ്റർ 19 ആൻഡ് ചാപ്റ്റർ 3. ഓക്കെ. അപ്പോൾ ഇമ്രാൻ്റെ കാര്യം പറഞ്ഞ് തെറ്റിച്ചിരിക്കുന്നത് ചാപ്റ്റർ 3. തൃത്വം പറഞ്ഞ് തെറ്റിപ്പോയത് എവിടെയാണ്? ചാപ്റ്റർ 19. ഓക്കെ. ലെറ്റ്സ് കം ബാക്ക്.